സ്വഭാവ ദൂഷ്യം കൊണ്ട് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചതിനെല്ലാം കാരണക്കാർ അയൽവാസികളെന്ന് സ്വയം ഒരു അനുമാനമുണ്ടാക്കിയാണ് 3 ജീവനുകൾ തെല്ല് കൂസലില്ലാതെ കുറ്റബോധമില്ലാതെ നരാധമൻ ഇല്ലാതാക്കിയത്. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസ് ശിക്ഷാവിധി വരാൻ പോവുകയാണ്. അതായത് ബുധനാഴ്ച ശിക്ഷ വിധിക്കുന്നു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അന്ന് നെന്മാറയിൽ സംഭവിച്ചത്? കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുക. 2019 ഓഗസ്റ്റ് 31-നാണ് പോത്തുണ്ടി സ്വദേശി സജിതയെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. ചെന്താമരയുടെ ഭാര്യ വീട് വിട്ടുപോകാൻ കാരണം സുധാകരന്റെ ഭാര്യ സജിതയാണെന്ന സംശയത്തെ തുടർന്നായിരുന്നു കൊലപാതകം. 2019 സെപ്റ്റംബർ 2-ന് ചെന്താമരയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സജിത വധക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് നെന്മാറയിലെത്തിയത്. തുടർന്ന് നിരന്തരം സുധാകരന്റെ കുടുംബത്തെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇയാളുടെ ഭീഷണിയെക്കുറിച്ചുള്ള പരാതി പോലീസ് മുഖവിലയ്ക്കെടുത്തില്ല. 2025 ജനുവരി 27-ന് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. ശേഷം സമീപത്തെ മലയിലേക്ക് കടന്ന പ്രതിയെ തണ്ടർബോൾട്ടിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിനൊടുവിൽ 29-ന് രാത്രി പിടികൂടി. 2025 ഒക്ടോബർ 18-ന് സജിത വധക്കേസിൽ ചെന്താമരയ്ക്ക് പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ഇരട്ട ജീവപര്യന്തം പിഴയും വിധിച്ചു. 2026 ഫെബ്രുവരി 23-ന് ഇരട്ടക്കൊലയിലുള്ള വിചാരണ ആരംഭിച്ചു. 81 സാക്ഷികളിൽ 46 പേരുടെ മൊഴികൾ കോടതി പ്രതിക്ക് വായിച്ചു കേൾപ്പിച്ചു. എല്ലാ ആരോപണങ്ങളും ചെന്താമര നിഷേധിച്ചു. കേസിൽ പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി കഴിഞ്ഞ ആഴ്ചയോടെ തന്നെ അന്തിമവാദങ്ങൾ പൂർത്തിയാക്കി. 6-ാം തീയതി പറയേണ്ടിയിരുന്ന ശിക്ഷാവിധി ജഡ്ജിക്കുണ്ടായ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഷാരിഖ് നവാസ്, 24, പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.